ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. എന്തോ കാര്യം? നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട, പുതിയ ആളെ എടുക്കുക. പെട്ടെന്ന് എന്ത് പറ്റി സർ? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ? എല്ലാം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സാലറി ഇട്ടാ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇറങ്ങിക്കോ. നമുക്ക് പോയി സംസാരിക്കാം. സാറേ, ആ പറഞ്ഞു വിട്ട കൊച്ചവരുടെ ചേട്ടന്മാരിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ചേട്ടന്മാരെ കുറിച്ച് വിഷയം സാറേ. ചേട്ടാ, ഇന്ന് ഇത്രയേ ഉള്ളൂ. സീനൊന്നും ഉണ്ടാക്കല്ലോ. ആ കടയിൽ നിന്ന് പൈസ പിരിച്ച? ഇല്ല. പോയി പിരിച്ചിട്ട് വാ. മോള് പുറത്തില്ല, ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. എന്ത് കാരണത്താണ് നിങ്ങളെ പുറത്താക്കിയത്? നിങ്ങളെ റിലേറ്റീവ് എന്ന് അറിയത്തില്ലായിരുന്നു, ക്ഷമിക്കണം. ഇവിടുത്തെ മെയിൻ പോസ്റ്റിൽ തന്നെ സാലറി കൂടി ജോലി എടുത്തോളാം. മോളെ വാ. മേഡം ഇനി നമ്മൾ പുതിയ മന്ത്രിയുടെ മാനേജർ. ചേട്ടന്മാരൊരിക്കലും അങ്ങോട്ട് വരില്ലെന്ന് പറയണേ. എന്നാലും എന്റെ ചേട്ടന്മാരെ ഇത്രയും പേടിയോ? പിന്നെ പേടിക്കാതെ മേഡത്തെ ചേട്ടന്മാരെന്ന് ഇപ്പോഴേ അറിഞ്ഞത്. ഞങ്ങൾ എറണാകുളത്തുള്ള 5 ഷോപ്പ് അൺലിമിറ്റഡ് മന്തി കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടന്മാർ പൂട്ടിച്ചത്. ഞങ്ങൾ ഗുണ്ടകളല്ല, പക്ഷേ മന്തിപ്രാന്തന്മാരാണ്. ഓരോ കടയിൽ നിന്ന് മന്തി കഴിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് പൈസ തരുന്നത്. അൺലിമിറ്റഡ് റൈസ് ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. അത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യം വരും. നീയൊക്കെ പുതിയൊരു മന്തിക്കട തുടങ്ങില്ലേ? അവിടെ അൺലിമിറ്റഡ് റൈസ് അല്ലേ? അവിടെ ഞങ്ങള് കറിയൊക്കെ തിന്നും മൂടിപ്പിക്കും. നിന്റെ ആകെ കട പൂട്ടി കുത്താനടുപ്പിക്കൂടാ. ചേട്ടന്മാരെ, ഞങ്ങളുടെ കടയിൽ നിന്ന് മന്തി കഴിക്കല്ലേ? ഈ പൈസ വെച്ചോ. 1000 പോയാലെന്ത്? 100 വരെ മന്തി ലാഭിച്ചില്ലേ? മന്തി റൈസ് വെച്ച് പാടല്ലേടാ. റൈസ് തീർന്നുണ്ട് ചേട്ടാ. പിന്നെ എന്തിനാണ് അൺലിമിറ്റഡ് എഴുതി വെച്ചിരിക്കുന്നത്? നമുക്കൊരു മന്തിക്കട തുടങ്ങിയല്ലേ? എന്നിട്ട് നമുക്ക് തന്നെ ഇരുന്നങ്ങ് തിന്നാം. അത് പൊളിക്കും.